വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചെയ്തത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ് പ്ലസ് അതിന്റെ കൂടെ പഞ്ചസ് ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ സൈഡ് വേസ് നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം, അതിലെങ്ങനെ പഞ്ച് ആഡ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ബോക്സിംഗ് സ്റ്റാൻസിലല്ല നിൽക്കുന്നത്, എന്റെ ഷോൾഡർ വെടുത്തിൽ ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നു. എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യാം? എന്റെ ഇടത്തെ കാലിന് ആദ്യം വെക്കുന്നു, റൈറ്റ് ലെഗിന് ശേഷം 1 2 1 2. ഇത് തന്നെ ഞാൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ റൈറ്റിനെ ഞാൻ ആദ്യം വെക്കുന്നു, ലെഫ്റ്റിനെ പിന്നീട് വെക്കുന്നു. 1 2 1 2 1 2 1 2. ഇതാണ് എന്ത് നമ്മുടെ ബേസിക്കലി ഉള്ള സൈഡ് വേസ് മൂവ്മെന്റ്. ഇതിപ്പോ കോമൺ ആയിട്ട് ഒരു മനുഷ്യൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ ബോക്സിങ്ങിലാണെങ്കിലും മൂവ് ചെയ്യുന്ന സ്റ്റൈൽ സെയിം ആണ്. അതില് സെയിം റൂള് എന്ത് ചെയ്യുന്നു, നമ്മള് കഴിഞ്ഞ മൂവ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോയിൽ എടുത്ത് വെക്കണമെന്ന്. ഈ ടോയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടല്ല ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതാണ്. കറക്റ്റായിട്ട് ചെയ്ത സമയത്ത് ടോയിൽ കാല് വെക്കുന്നു, അടുത്ത കാലെടുത്ത് വെക്കുന്നു. ഈ ടോയിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മളുടെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇന്ന് പുഷ് ചെയ്യാം. ഫ്ലാറ്റ് ഫുട്ട് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ടോയിലാണെന്നോ ഹീലപ്പാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെച്ച കാലിനെ പെട്ടെന്ന് പുഷ് ചെയ്തെടുത്ത് ഡയറക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ. അതിനാണ് ബോക്സിംഗിൽ എപ്പോഴും ടോ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, കൂടെ അതിന്റെ കൂടെ 1 എന്ന പഞ്ച് ആഡ് ചെയ്യുന്നു. മൂവ് ചെയ്ത് എന്റെ ഫുട്ടിനെ വെച്ച ഉടനെ പഞ്ച് ചെയ്യണം. ഇപ്പൊ ഞാൻ പഞ്ച് ചെയ്യാണ്. ഞാൻ എങ്ങനെയാണ് പഞ്ച് ചെയ്തത്? എന്റെ ഫുട്ടിനെ വെക്കുന്നു, എന്റെ ഫേസ് ആദ്യമുള്ള പോയിന്റ്, എന്റെ ഫേസ് ആദ്യമുള്ള പോയിന്റിലാണ് ഞാൻ പഞ്ച് ചെയ്തത്. അതായത് ഇവിടെയാണ് എന്റെ ഫേസ് ഉള്ളത്, ഇവിടെയാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച്, അവിടെ എന്റെ ഫേസ് ഉണ്ട്. എന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ആദ്യം ഫേസ് ഈ സൈഡിലാണ്, അവിടേക്കാണ് ഞാൻ പഞ്ച് ചെയ്തത്. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സെയിം റൂൾ, ഫേസ് ഇവിടെ ഉണ്ട്, എന്റെ മൂവ്മെന്റ് ഇവിടെയാണ് ഫേസ് ഉള്ളത്. ലെഗ് വെക്കുന്ന സമയത്ത് എന്തായി, ഫേസ് റൈറ്റ് സൈഡിലേക്ക് വന്നു. പക്ഷെ പഞ്ച് എന്നത് ഫസ്റ്റ് ഫേസ് എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും, കാരണം നമ്മൾ ഒപ്പോണന്റ് നിൽക്കുന്നത് അവിടെ ആയിരിക്കും. ഇതാണ് ബേസിക്കലി ലാറ്ററലി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഞ്ച് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക.